അസ്സലാമലൈക്കും. എല്ലാവർക്കും നമസ്കാരമുണ്ട്. സെയ്ദലവി ചെർപ്പളശ്ശേരിയാണ്. പ്രിയപ്പെട്ട എൻ്റെ ഹബീബിങ്ങളോട് പറയാനുള്ളത്, ഇന്ന് നമ്മൾ കാണാനുള്ള മുതൽ എവിടെ വെച്ചാൽ ഇവിടെ തന്നെ. ഇത് എവിടെയെന്ന് അറിയാങ്ങൾ, നമ്മൾ പാലക്കാട് നിന്ന് നിങ്ങൾ പൊന്നാനിക്ക് പോകുന്ന റോഡാണ്. പറളിയുടെ മുമ്പായിട്ട് എടത്തറ എന്ന് പറയുന്ന സ്റ്റോപ്പാണിത്. എടത്തറ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. പാലക്കാട് ടൗണിൽ നിന്ന് വളരെ അടുത്തുള്ള സ്ഥലമാണ് എടത്തറ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയാനുള്ളത്, പാലക്കാട് എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. നമ്മൾ പാലക്കാട് നിന്ന് പൊന്നാനിക്ക് പോകുമ്പോൾ പറളിയിലേക്ക് എത്തുന്നതിന് മുമ്പ് എടത്തറ അങ്ങാടിയാണ് ഈ കാണുന്നത്. ഈ ടൗൺ കണ്ടാ, അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് റോഡ് പോകുന്നുണ്ട്. ആ സ്കൂളിൻ്റെ അതിനെ എടത്തറ ടൗണിൽ നിന്ന് സ്കൂളിൻ്റെ അവിടേക്കുള്ള റോഡ് ഇങ്ങനെ പോകുന്നുണ്ട്. അതിനെ ഇങ്ങനെ പോകേണ്ടത് എത്ര ദൂരം എന്ന് പറയുന്നത് കറക്റ്റ് 1 കിലോമീറ്റർ ദൂരമാണ്. അപ്പോൾ പാലക്കാട് റെയിൽവേ സ്റ്റേഷനിലേക്കും KSRTC സ്റ്റാൻഡിലേക്കും കൊട്ട മൈതാനത്തേക്കും അങ്ങനെ പറയേണ്ട മലമ്പുഴ ഡാമിലേക്ക് വരെ മലമ്പുഴയ്ക്ക് വരെ നമ്മുടെ ഇവിടുന്ന് അടുത്താണ്. വീട് വെക്കാൻ അനുയോജ്യമായ സ്ഥലമാണ്. 15 സെൻറ്റ് വേണമെങ്കിലും 10 സെൻറ്റ് വേണമെങ്കിലും ഒന്നിച്ച് 29 സെൻറ്റ് വേണമെങ്കിലും തരാം. മൊത്തം 29 സെൻറ്റാണ്. എങ്ങനെ നിങ്ങൾക്ക് വേണോ അങ്ങനെ തരാം. അപ്പോൾ ഈ ടൗണിൻ്റെ അടുത്ത് ഇവിടെയൊക്കെ നല്ല വിലയുള്ള ഏരിയയാണ്. ഞാൻ പറയേണ്ട ആവശ്യമില്ല. നമ്മളിത് കൊടുക്കണം എത്രക്കാന്ന് അറിയങ്ങൾ. ഇതിൻ്റെ ഓണറുടെ നമ്പർ നോക്കണം. ഓണറോട് സംസാരിച്ചോളി. 1 സെൻറ്റ് 1.5 ലക്ഷം റുപ്യ. 1 സെൻറ്റിന് 1.5 ലക്ഷം റുപ്യക്കാണ് നമ്മളിതിന് വില നിശ്ചയിച്ചിരിക്കുന്നത്. ഇനി നിങ്ങൾ വന്ന് ഇരുന്ന് സംസാരിച്ച് ഒന്നിച്ചെടുക്കുകയാണോ നമുക്ക് നെഗോഷ്യബിൾ ആക്കാം. അപ്പോൾ ഇൻഷാല്ലാ കൂടുതൽ നമ്മൾ ബോറടിപ്പിക്കുന്നില്ല. എന്താ അറിയോ, നമുക്ക് സ്ഥലമാണ് പോയി കാണാം. ഈ ഹൈവേന്ന് 1 കിലോമീറ്റർ പോരി. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ടാറിങ് റോഡിൽ നിന്ന് വരുന്ന റോഡാണിത്. കേട്ടോ, അത്യാവശ്യം എല്ലാ വാഹനത്തിനും വരാനുള്ള വീതിയുണ്ട്. 14 അടി വീതിയുണ്ട്, 12 അടി 14 അടി വീതിയൊക്കെ ഉള്ളവരാണ്. എല്ലാ വാഹനം വരും. അപ്പോൾ നല്ല ഫ്രണ്ടേജ് ഉണ്ട്. അവിടെ നിന്ന് ഇങ്ങോട്ട് തൊട്ടിട്ട് വേണ്ട അങ്ങോട്ട് ഫ്രണ്ടേജ് കാണിച്ചു കൊടുത്താൽ ആ വാഴ നിൽക്കണം അത് വരണ്ട്. നമ്മുടെ സ്ഥലത്തിൻ്റെ ഫ്രണ്ടേജാണിത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, ചാനൽ കാണുന്നവർ ഓരോരുത്തരും ഷെയർ ചെയ്യണം. മാത്രമല്ല ഇതിൻ്റെ അടുത്തൊക്കെ കമ്പനികളൊക്കെ ഉണ്ട്. അച്ചാർ കമ്പനി, മറ്റുള്ള കമ്പനികളൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളുടെ പോലെ അതിനെന്താ കൂടുതൽ സമയമില്ല, കാണിച്ചു കൊടുക്കാം. വേഗം പെട്ടെന്ന് കാണിച്ചു കൊടുത്തിട്ട് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ്, നല്ല നിരന്ന സ്ഥലമാണ്. ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. പാലക്കാടിനെ സംബന്ധിച്ചോളം എല്ലാ സൗകര്യം ഉണ്ട്. നിങ്ങളോട് പറയേണ്ട ആവശ്യമില്ല. നമ്മുടെ KSRTC സ്റ്റാൻഡൊക്കെ ഇവിടെ അടുത്താണ് പാലക്കാട് കേട്ടോ. അപ്പോൾ എടത്തറ എന്ന് പറയുന്ന സ്ഥലമാണ്. പാലക്കാട് നിന്ന് ഒറ്റപ്പാലം റോഡ് അല്ലെങ്കിൽ പൊന്നാനി പോകുന്ന റോഡിൽ ഈ എടത്തറ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മുടെ ഈ പ്രോപ്പർട്ടി. ആണല്ലേ. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രോപ്പർട്ടി. കണ്ടില്ലേ, നല്ല ഫ്രണ്ടേജ് ഉണ്ട്. അപ്പോൾ 2-3 വീട് കയറ്റാം. 30 സെൻറ്റ് സ്ഥലമുണ്ട്. 3 വീട് കയറ്റാനുള്ള സ്ഥലമുണ്ട് ഇതിൽ. ഇത് പറമ്പ് കാറ്റഗറിയിലാക്കിയ പ്രോപ്പർട്ടിയാണ് കേട്ടോ. ആദ്യം നിലമായിരുന്നു, അത് പറമ്പ് കാറ്റഗറിയിലാക്കി കിട്ടിയിട്ടുണ്ടെന്ന് പറഞ്ഞു ഇതിൻ്റെ ഓണർ. അപ്പോൾ ധൈര്യമായിട്ട് വീട് വെക്കാം. 3 വീട് വെക്കാനുള്ള സ്ഥലമുണ്ട്. അതല്ല ഇനി 2 വീട് വെക്കാൻ വേണ്ടി മേടിക്കുകയാണോ, 29 സെൻറ്റ് ഒന്നിച്ച് മേടിച്ചാണോ, എങ്ങനെയാലും കുഴപ്പമില്ല. വിലയും കാര്യങ്ങളൊക്കെ വളരെ ചെറിയ വിലയിലുള്ളത് കണ്ടോ, ഈ ടൗണിൻ്റെ അടുത്ത്, ഹൈവേൻ്റെ അടുത്ത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ആ ഭാഗം കൂടി പോയി കണ്ടിട്ട് ലാസ്റ്റ് ഭാഗം കണ്ടിട്ട് ബാക്കി കാര്യങ്ങൾ തീരുമാനിക്കാം. അപ്പോൾ എൻ്റെ പ്രിയമുള്ളവർ, ഇതാണ് ബാക്ക് വശം കണ്ടോ. അപ്പോൾ നല്ല തുണ്ട്, നല്ല സമചതുരമായിട്ട് നിങ്ങൾക്ക് മൊത്തം 29 സെൻറ്റ് സ്ഥലമുണ്ട്. ആ 29-ൽ 10 സെൻറ്റ് വേണമെങ്കിലും നിങ്ങൾക്ക് തരാൻ സാധിക്കും വീട് കയറ്റാൻ. നല്ല പറമ്പാണ് കേട്ടോ. പറമ്പ് കാറ്റഗറി പെട്ടതാണ്. പറമ്പ് കാറ്റഗറി ആക്കിയതാണ് കേട്ടോ. പറമ്പ് കാറ്റഗറി ആക്കിയതിൻ്റെ പേപ്പറൊക്കെ ക്ലിയറാണ്. അപ്പോൾ പറമ്പാകുമ്പോൾ വീട് കയറ്റാൻ പ്രശ്നമില്ലല്ലോ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങൾക്കൊരു 10 സെൻറ്റ് മതിയെങ്കിൽ അത് നമുക്ക് മേടിക്കാം. അല്ല ഒന്നിച്ച് 29 സെൻറ്റ് വേണോ അങ്ങനെയും ചെയ്യാം. അല്ല 15 സെൻറ്റ് വേണോ അങ്ങനെയും ചെയ്യാം. ഒക്കെ നിങ്ങളുടെ സൗകര്യം. അപ്പോൾ നമ്മുടെ എൻഡ് വരുന്നത് എവിടെയാണ്, ലാസ്റ്റ് ഈ വാഴയൊക്കെ നിൽക്കുന്നത് നമ്മുടെ സ്ഥലത്ത് പെട്ടാണ് അല്ലേ. അപ്പോൾ ഇതിൻ്റെ ഏറ്റവും ലാസ്റ്റ് ഭാഗമാണ് കാണുന്നത്. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് എന്താ പറയുക, നിങ്ങളുടെ കമ്പനി ആവശ്യങ്ങൾക്കൊക്കെ പറ്റിയ സ്ഥലമാണ്. കാരണം ഇതിന് തൊട്ടപ്പുറം അച്ചാർ കമ്പനി, മറ്റുള്ള കമ്പനികളൊക്കെ കിട്ടും. കാരണം പ്രത്യേകിച്ച് പാലക്കാട് ടൗണിലേക്ക് ഇത് വളരെ അടുത്താണ് അല്ലേ. എടത്തറ, പാലക്കാട് പറളിയുടെ മുമ്പാണ് എടത്തറ. അപ്പോൾ എടത്തറ ഇത് കറക്റ്റ് 1 കിലോമീറ്ററാണ് നമ്മുടെ ഈ പ്ലോട്ടിലേക്കുള്ള ദൂരം. അത്രയും സൗകര്യമാണ്. എല്ലാ വാഹനത്തിനും വരാനുള്ള സൗകര്യം. അത് നിരന്ന് കിടക്കുന്ന സ്ഥലം കണ്ടില്ലേ നിങ്ങൾ. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങൾ, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും പറയുന്നത് അത് ഷെയർ ചെയ്യണത് അർജൻറ്റ് വിൽപ്പനയാണ്. ഇത് അർജൻറ്റ് വിൽപ്പന ആയതുകൊണ്ടാണ് ഈ വിലക്ക്. ഇല്ലെങ്കിൽ ഈ വിലക്ക് കിട്ടൂലേ. കാരണം എന്താ വെച്ചറിയോ, ഇവിടെ ഹൈവേൻ്റെ അടുത്തൊക്കെ ഭയങ്കര വിലയാണ് സെൻറ്റിന്. ഇവിടെ ഒരു 3 ലക്ഷം റുപ്യ കുറഞ്ഞ സ്ഥലമൊന്നും കിട്ടില്ല വീട് കയറ്റാൻ പറ്റിയത്. 3-2 കുറഞ്ഞത് ഇവിടെ എവിടെയും ഞാൻ അന്വേഷിച്ചപ്പോൾ കാണാനില്ല. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബികളെ, ഇത് നമുക്ക് സെൻറ്റ് 1.5 ലക്ഷം റുപ്യക്ക് കൊടുക്കാമെന്ന് ഇതിൻ്റെ ഓണർ പറഞ്ഞിട്ടുണ്ട്. മാത്രമല്ല ഓണറുടെ നമ്പറാണ് വെക്കുന്നത്.
ഇനി നിങ്ങളുടെ കാര്യം പറഞ്ഞാൽ അഥവാ ഓണർ ഫോൺ അറ്റൻഡ് ചെയ്തില്ലെങ്കിൽ തിരിച്ച് വിളിക്കൂട്ടാ പിന്നീട് കണ്ടു കഴിഞ്ഞാൽ. കാരണം ഓരോ തിരക്കുള്ള ആളുകളാവും, നമ്മളെ മാതിരിയല്ലല്ലോ. നമ്മൾ വെറും ഈ കച്ചവടത്തിൻ്റെ മുമ്പ് ആര് വിളിച്ചാലും ഫോൺ എടുക്കും. ഇനി ഓണറെ വിളിച്ചിട്ട് കിട്ടണില്ല എന്ന് വിചാരിക്കുക. കിട്ടണില്ലെങ്കിൽ എൻ്റെ ഓഫീസ് നമ്പറിൽ വിളിച്ചോളി കേട്ടോ. എൻ്റെ ഓഫീസ് നമ്പറിലോ എൻ്റെ നമ്പറിലോ വിളിച്ചു കഴിഞ്ഞാലും നിങ്ങൾക്ക് ഇതിനുള്ള മറുപടികൾ തരും. മാത്രമല്ല പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് ചാനൽ കാണുന്ന എൻ്റെ ഹബീബിങ്ങളോട് പറയുള്ളത് എത്രയും പെട്ടെന്ന് എല്ലാവരും ഷെയർ ചെയ്യാം കേട്ടോ. പ്രിയപ്പെട്ട ഹബീബിങ്ങളോട് പറയുകയാണ്, ഇതിൻ്റെ സൗകര്യങ്ങൾ ഞാൻ പറഞ്ഞു തന്നു. സൗകര്യങ്ങൾ നിങ്ങൾ കാണുകയും ചെയ്തു. നമ്മുടെ പാലക്കാട്ടേക്ക് ഇവിടുന്ന് വളരെ അടുത്താണ്, ഒരു 10 കിലോമീറ്ററിൻ്റെ ഉള്ളിലേ ഉള്ളൂ കേട്ടോ. നമ്മൾ ഇടത്തറയെന്നാണ് നിങ്ങൾ തെറ്റേണ്ടത്, കറക്റ്റ് 1 കിലോമീറ്ററാണ്. എല്ലാ വാഹനത്തിനും വരാനുള്ള റോഡ് സൗകര്യങ്ങൾ എല്ലാം ഉണ്ട്. 29 സെൻറ്റ് സ്ഥലം ഒന്നിച്ച് വേണോ അതോ നിങ്ങൾക്ക് 10 സെൻറ്റ് വേണോ എന്നുള്ളത് നിങ്ങൾ തീരുമാനിക്കുക. വീട് കയറ്റാൻ അനുയോജ്യമായ സ്ഥലമാണ്. ഓപ്പൺ കിണർ കുഴിച്ചാൽ വെള്ളം കിട്ടുന്ന സ്ഥലമാണ്. അപ്പോൾ പാലക്കാട് ടൗണിനെ കുറിച്ച് ഇങ്ങോട്ട് പറയേണ്ട ആവശ്യമില്ല. റെയിൽവേ സ്റ്റേഷനാണെങ്കിൽ നമ്മുടെ പാലക്കാട് വലവക്കോട് സൗകര്യങ്ങളുണ്ട്. അപ്പോൾ നല്ലൊരു വീട് വെച്ചിട്ട് താമസിക്കാം. കാരണം വരാനും പോകാനൊക്കെ അടുത്ത്, ഹൈവേന്ന് കറക്റ്റ് 1 കിലോമീറ്റർ. ആ 1 കിലോമീറ്ററിൽ 900 മീറ്ററും ടാറിങ് റോഡാണ്. ഒരു 100 മീറ്ററാണ് പഞ്ചായത്തിൻ്റെ മണ്ണ് റോഡുള്ളത് കേട്ടോ. അതും ഭാവിയിലേക്ക് ഇനി കോൺക്രീറ്റ് റോഡും എന്തൊക്കെ വരാൻ പോവുകയാണ്. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഹബീബുകൾ, നല്ല നിരപ്പായ സ്ഥലമാണ് കണ്ടില്ലേ. അപ്പം എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക, മറ്റുള്ള ഗ്രൂപ്പുകളിൽ എത്തിക്കുക. അളന്ന് കാണുന്ന സെൻറ്റിന് 1.5 ലക്ഷം രൂപ. 1.5 ലക്ഷം രൂപ. ഇനി അതൊന്ന് നെഗോഷ്യബിളും ചോദിക്കരുത് കേട്ടാ. ഒന്നിച്ചെടുക്കണവരാണെങ്കിൽ എന്തെങ്കിലും നെഗോഷ്യബിൾ നമുക്ക് മേടിക്കാം. പക്ഷേ നിങ്ങൾ 5 സെൻറ്റിനോ 10 സെൻറ്റിനോ വരുന്നവരാണെങ്കിൽ ചോദിക്കരുത്. 5 സെൻറ്റായിട്ട് ഇത് കിട്ടാനും സാധ്യമല്ല. കാരണം 10 സെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ ഒരു വീട് വെക്കാൻ ഇതിലുണ്ടാവുള്ളൂ. 5 സെൻറ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് വീട് വെക്കാൻ പറ്റില്ല. 10 സെൻറ്റ് എടുത്താൽ സമചതുരമായിട്ടുള്ള സ്ഥലം കിട്ടും. അപ്പോൾ എൻ്റെ പ്രിയപ്പെട്ട ഹബീബിങ്ങളെ, എൻ്റെ ചാനൽ കാണുന്ന ഓരോരുത്തരും ഷെയർ ചെയ്യുക. പാലക്കാട് ജില്ലയിൽ നിന്ന് മാത്രമല്ല, പാലക്കാട് ടൗണിൽ നിന്ന് കറക്റ്റ് 10 കിലോമീറ്ററിൻ്റെ ഉള്ളിൽ മാത്രമാണ് ഇവിടേക്കുള്ള ദൂരം. ഈ എടത്തറ ടൗണിൽ നിന്ന്, എടത്തറ ഹൈവേന്ന്, നമ്മുടെ പാലക്കാട് പൊന്നാനി ഹൈവേന്ന് കറക്റ്റ് 1 കിലോമീറ്ററാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് എല്ലാവരും ഷെയർ ചെയ്തുള്ള വിശ്വാസത്തോടു കൂടി ഇൻഷാ അല്ലാഹ് അടുത്തൊരു വീഡിയോ കാണും വരയ്ക്കും കുല്ലുക്കും മഹസ്സലാമ മഹസ്സലാം.